നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർണായകമായ ഒരു ചോദ്യം. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വക്കീലിനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയ ചില പരാമർശങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്ബ് സുഹൈൽ എന്ന അഭിഭാഷകനെ SI VR റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ SI റിനീഷ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നതാണ്. ഇതോടെയാണ് കോടതിയുടെ വൻ ഇടപെടൽ. രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചത്. DGP പുറത്തിറക്കിയ സർക്കുലറിൽ പോലീസുകാരുടെ പെരുമാറ്റം ഏതു വിധത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചു. പോലീസിനെതിരെ എന്ത് ആരോപണം ഉയർന്നാലും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ പറയുന്ന കാരണം സേനയുടെ ആത്മവീര്യം നഷ്ടമാവും എന്നാണ്. എന്ത് തോന്നിയാസം കാണിച്ചാലും ആത്മവീര്യം തകരാതിരിക്കാൻ കൂടെ നിർത്തണമെന്നാണോ പറയുന്നത്? ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത്? ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വയ്ക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഒരു പദവിയിലിരുന്ന് തെറ്റ് ചെയ്താൽ പിന്നെ അവിടെ ഇരിക്കാൻ അയാൾ യോഗ്യനല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും സംസ്ഥാന പോലീസ് മേധാവി ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതമാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. അന്വേഷണം എപ്പോഴും പക്ഷപാതരഹിതമായിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ജനങ്ങളോട് മോശമായി പെരുമാറരുതെന്നും കോടതി വ്യക്തമാക്കി. ഇയാൾക്കെതിരെ കോടതി അലക്ഷ്യ കേസും എടുത്തിരുന്നു. ഈ കേസിൽ SI റിനീഷ് മാപ്പ് പറഞ്ഞു. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം എന്നത് അനുസരിക്കാൻ പോലീസുകാർക്ക് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്ന് നേരത്തെ കോടതി ചോദിച്ചിരുന്ന ചോദ്യമാണ്. പോലീസുകാരുടെ പെരുമാറ്റം സംബന്ധിച്ച് കോടതി നിർദ്ദേശപ്രകാരം DGP ഇതിനിടെ പുതിയ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് പറഞ്ഞെങ്കിലും അത് കോടതി സ്വീകരിച്ചിരുന്നില്ല. എന്തു തെറ്റ് ചെയ്താലും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാമെന്നത് ശരിയായ കാര്യമല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. ഏതു വിധത്തിലുള്ള അച്ചടക്ക നടപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാനും കോടതി നിർദ്ദേശിച്ചു. അതുവരെ സ്വീകരിച്ച അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടിയ പോലീസ് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും അറിയിച്ചിരുന്നു. അതിനിടെയാണ് മറ്റു രണ്ടുപേർ റിനീഷിനെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചത്. ഈ കേസുകൾ കൂടിയാണ് കോടതി ഇന്നലെ പരിഗണിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിമർശനം പോലീസുകാർക്കെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.